അള്ളാഹുവിൽ തവക്കുലാക്കി ഇരുന്നപ്പോ ഇരുന്നാള് പണിക്ക് പോകാതെ നോക്ക അള്ളാഹ് തവക്കുലാക്കിയിട്ട് ഇരുന്നിട്ട് നോക്ക 2 നാൾ ദയിക്ക നോക്ക പെഞ്ഞ പോർമേവർക്ക മലാമത്ത് പോറുണ്ടേന്ന് എന്ത് ചെല്ലും ഇല്ല ഉസ്താദ് ചൊന്നറല്ലേ തവക്കുലാക്കിയിട്ട് തെച്ചങ്ങ് കിട്ടു എങ്ങനത്തെ തവക്കുല് അങ്ങനത്തെ ഈമാന് അങ്ങനത്തെ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഇരുന്നോ പ്രശ്നമില്ല. അല്ലാത്തതിന്റെ ഈ തടി കഴിച്ചിലാക്കാനുള്ള തവക്കുല് ചില ആൾ അങ്ങനെ ഇസ്മിന്റെ ആളടുത്ത് പോയിട്ട് ഉസ്താദെ സുബൈ കഴിച്ചിട്ട് സ്വർത്തക്ക് പോകെ മനസ്സില്ല, ഈ സുബൈ കഴിച്ചിട്ട് ഈ മഞ്ഞിക്ക് ആർക്കും മനസ്സുണ്ട്, ആർക്കും മനസ്സില്ല, എന്ത് മനസ്സില്ല. അപ്പൊ പെഞ്ഞായി എന്തെങ്കിലും ആക്കിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് കേക്കറു നന്റെ ബള്ളയുണ്ട് വിത്തിട്ട് അങ്ങോർക്ക സമാക്ക ഓ ബള്ള വിറ്റ് പാതി കീസക്ക് പാതി കട തീർത്ത് എല്ലായിട്ടില്ല രണ്ടാമത് കട പിന്നെ ലോണാക്കിയിട്ട് കുറച്ച് എന്താക്കിയിട്ടും പ്രയോജനമില്ല. ഓന്റെ ബുദ്ധി ഓന് ഇസ്മല്ല നല്ല തെരണ്ടിന്റെ പാലില് നാളടി സുബൈ കഞ്ചി കൊടുത്തെങ്കിൽ ഓടിയ ഓട്ടത്തില് അതിന്റെ അത്ര നല്ല ഇസ്മരിക്കല്ലേ. എല്ലാത്തിനും ഒരേ ഇസ്മല്ല, ചിലന് വേറെ കുറെ ഇസ്മുണ്ട് അല്ലേ. നമ്മ ദർസിൽ പഠിക്കുമ്പോ ഒരാളിങ്ങനെ ഒളു കൊടുക്കുന്ന എപ്പോഴും എന്തോന്നു 10:30 വരുന്ന 100 കൊള്ളാക്കാൻ വന്നിട്ട് അടീന്ന് കയറ്റിട്ട് പാരുന്ന ഔന്നിന്റെ അടീന്ന് ഫ്രഷ് തണ്ണി എടുക്കുന്നത് മീത്ത ഉള്ളതല്ല അപ്പുറം ഉന്തിയിട്ട് അടീന്ന് വലിച്ചിട്ട് സുറുന്നു ഫ്രഷ് എടുത്തിട്ട് ഇത് കിട്ടുന്നില്ല. ഇത് നീയത്തും ഇത് മീട്ടത് ടച്ചാന്നേല് എന്തെന്താക്കി വന്നില്ല. ഒരു ഉസ്താദല്ല കുറച്ച് പഠിച്ച മൊയിലാറായാലും അയാളിങ്ങനെ നീയത്ത് എഴുതുന്ന ലാസ്റ്റ് തണ്ണിന്റെ മുകളിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ ഒന്നു കൊടുക്കുന്നത്. അതിന് മായ്ക്കുന്നത് സമായിട്ടില്ല, മാറ്റിട്ട് ബയ്യക്ക് തണ്ണി എടുക്കുന്നു. ഉസ്താദ് പോയി പരട്ടിക്കൊന്ന് വെച്ച് ഇയാളെ ബാക്കിന്ന് പോയിട്ട് ഹലാല ഹറാമെന്ന് ഒരു അടി കൊടുത്തു. അന്നത്തോടെ ഇയാളെ വിശ്വാസി. അപ്പൊ എല്ലാത്തിനും എന്തല്ല, എല്ലാത്തിനും തകിടല്ല, ഇസ്മല്ല, മന്ത്രല്ല, ദുവല്ല. ചിലന് അടി നല്ല പൊരിഞ്ഞ അടി കിട്ടിയെങ്കിൽ എല്ലാം ശരിയല്ല. താക്കത്തുള്ളവർ തിരിച്ച് തച്ചെങ്കിൽ കപ്പാസിറ്റി ഉള്ളവർ മാത്രം തയ്ക്കാൻ പോണോ. എല്ലാം തയ്ച്ചു ഏതാണ് എല്ലാത്തിനും നമ്മൾ തവക്കുലാക്കണം. അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ അവന്റെ സമ്പത്തിൽ ബറക്കത്താണ്, അവന്റെ തടിയിൽ ബറക്കത്താണ്, അവന്റെ യാത്രയിൽ ബറക്കത്താ, അവന്റെ കച്ചവടത്തിൽ ബറക്കത്താ, അവന്റെ സകലമായ കാര്യത്തിലും അല്ലാഹു അത് ഏറ്റെടുക്കുകയാണ്. ബറക്കത്ത് വേണോ, കാര്യങ്ങളെല്ലാം തവക്കുലാക്കണമെന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. തവക്കുലാക്കി ജീവിക്കുന്ന ഒരാളെയും ആശ്രയിക്കാതെ റബ്ബ് തആല അവന് നൽകുന്നു. മറ്റൊന്ന് അസ്ദിഖു, ജീവിതത്തിൽ സത്യം മാത്രം പറയാ. ഏതവസരം വന്നാലും പ്രത്യേകിച്ച് ബറക്കത്ത് വേണോ, കച്ചവടത്തിൽ സത്യം പറയണം, ഇടപാടിൽ സത്യം പറയണം, സത്യമല്ലാത്തത് പറയരുത്, കള്ളം പറഞ്ഞ് ഇടപാട് നടത്തരുത്, കളവ് പറഞ്ഞ് കച്ചവടം നടത്തരുത്, കളവ് പറഞ്ഞിട്ട് പൊതുവാക്കരുത്, കളവ് പറഞ്ഞിട്ട് യാതൊന്നും വണ്ടി വിൽക്കരുത്. ഒന്നിലും കളവ് കൂടാതെ സത്യം ചെയ്തുകൊണ്ട് കളവ് പറയുന്നവരുണ്ട്, സത്യം ചെയ്യാതെ കളവ് പറയുന്നവരുണ്ട്. അല്ല പഠിച്ചോനെ, ഈ റമളാൻ തിങ്കളിലാണ് കളവ് ചൊല്ലുമാ, റമളാനിൽ ചൊല്ലാലാ, റമളാൻ അല്ലാത്തപ്പോ ചെല്ലുന്നവന് റമളാനിലും ചൊല്ലും കളവ് അല്ലേ. പള്ളിയിൽ ഉസ്താദ് നേരായിട്ട് ഉസ്താദ് നിങ്ങളിട്ട കളവ് ചൊല്ലുവാ, നിങ്ങളിട്ട ചൊല്ലു എല്ലാരോടും. ഇത് വലിയ ഡോങ്കി ഓനാന്ന് വലിയ ഡോങ്കി ആര് ഉസ്താദ് നിങ്ങളിട്ട ചൊല്ലുവാ. ഉസ്താദ് പള്ളിയിലല്ലേ മുണ്ടിയോണ്ടുള്ളേ, ഉസ്താദ് റമളാൻ തിങ്കളല്ലേ, ഓനാന്ന് നമ്പർ 1 കള്ളനെ അല്ലേ. അഡ്വാൻസ് എടുത്തിട്ട് ഉസ്താദേ കെബുർ ചൊല്ലല്ല ഉസ്താദ്, അതന്നെ ഫസ്റ്റ് എന്തല്ല അതന്നെയാണോ പറഞ്ഞോണ്ട് കെബുർ ചൊല്ലല്ല ഉസ്താദ്, കെബുർ ഫാട്ടല്ല ഉസ്താദ്. ഇതന്നെയാണ് സംഭവം, കിബർ തന്നെയാണ്. അങ്ങനെയല്ല, കളവ് എപ്പോഴും ജീവിതത്തിൽ നിന്ന് കളവെടുത്തു മാറ്റിയാൽ അവന്റെ സമ്പത്തിൽ ബറക്കത്താണ്. കളവ് പറയാതെ എല്ലാത്തിനും അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ട് കളവ് പറയാതെ ജീവിച്ചു പോയാ, അങ്ങനെ ജീവിച്ചു പോയാൽ എന്ത് സംഭവിക്കുന്നു? അവനിക്ക് എല്ലാ കാര്യത്തിലും അല്ലാഹു തആല ബറക്കത്ത് കോരിവാരി കൊടുക്കുകയാണ്. കളവ് യാതൊന്നിലും മിശ്രിതമാക്കാതെ സത്യം പറയണം. നഷ്ടമാണെങ്കിലും ബേജാറാണെങ്കിലും ഫളിഹത്തായാലും ഇല്ലെങ്കിലും സത്യമേ പറഞ്ഞോളൂ. സത്യം പറഞ്ഞിട്ടല്ലാതെ മഹാന്മാരുടെ ജീവിതത്തിൽ ഉടനീളം സത്യത്തിന്റെ മാധുര്യമാണ്. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ സത്യമല്ലാതെ പറയാത്തത്
കൊണ്ടാകാം ഈ റഹ്മത്ത് കിട്ടിയതിന്, ഈ ബറക്കത്ത് കിട്ടിയതിന് കാരണം ഒരുപാട് പറഞ്ഞതിലുണ്ട്. അവർ സത്യം മാത്രമേ, അവർക്ക് പ്രായപൂർത്തിയെത്തിയിട മുതൽ, അറിവ് വന്നേട മുതൽ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സത്യം പറയണം. കച്ചവടത്തിലും വീട്ടിലും കുടുംബത്തിലും നാട്ടിലും എല്ലാവരോടും സത്യം പറഞ്ഞാൽ അല്ലാഹു തആല അവന് ബറക്കത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാളുകളും സത്യത്തോടുകൂടെ ഇടപാട് ചെയ്താൽ ഊരിക്കലഹുമാ, അവർക്ക് രണ്ടാൾക്കും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ധാരാളം സത്യം ചെയ്ത്, സത്യം പറഞ്ഞുകൊണ്ട്, നന്മകൾ പറഞ്ഞുകൊണ്ടുള്ള ജീവിതമാകണം. എല്ലാത്തിനോടും സഹകരിക്കുന്ന മനോഭാവം ഉണ്ടാകണം. ആരെയും വിഷമിപ്പിക്കുന്നവരാകരുത്. എല്ലാത്തിനോടും കൂടെ നിന്നുകൊണ്ട് ജീവിക്കുന്നവരാകണം.